അമ്മേ. എന്താ മോളെ, നീ ഒറ്റയ്ക്കാ വന്ന? ഒറ്റയ്ക്കാണെങ്കിലും ഇരട്ടയ്ക്കാണെങ്കിലും ഇങ്ങോട്ട് വന്നല്ലേ പറ്റൂ. എന്തു പറ്റി? അതാ ഞാനും ചോദിക്കുന്നേ. നന്ദൻ എന്താ പറ്റിയേ? അവനെവിടെ? നീ കിടന്ന് ബഹളം വയ്ക്കാതെ. അവന് പനി കൂടിയിട്ടുള്ള പ്രശ്നങ്ങളാ. അവന് പെട്ടെന്ന് ഇങ്ങനെ പനി വരാനുള്ള കാരണം എന്താ എന്ന് ചോദിച്ചാ ചിലപ്പോ കൊതുക് കുത്തിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ വായുവിൽ കൂടെ ആയിരിക്കും. അങ്ങനെയൊക്കെയാണല്ലോ സാധാരണ പനി വരാറ്. അച്ഛനെന്താ തമാശ പറയാണോ? അതെ, മോക്ക് തമാശ ഇഷ്ടമല്ല. അമ്മേ, നന്ദൻ എന്താ പെട്ടെന്ന് അസുഖം വന്നേ? അത് നീ ഞങ്ങളോട് ചോദിച്ചാ ഞങ്ങൾക്ക് എങ്ങനെ അറിയും മോളെ? അതെന്താ അമ്മ അങ്ങനെ പറയുന്നേ? വീട്ടിലൊരാൾക്ക് പെട്ടെന്നൊരു അസുഖം വരുമ്പോ സാധാരണ ഒരാൾ ചോദിക്കുന്ന ചോദ്യമല്ലേ ഞാനും ചോദിച്ചോളൂ. അതും കുറ്റം തന്നെയാണോ? അത് ഞാൻ വന്ന് തെറ്റായി പോയോ? നിന്നെ കുറ്റപ്പെടുത്തിയതല്ല മോളെ, ആകെ ഒരു പ്രയാസത്തിൽ എവിടെ ഉള്ളവരൊക്കെ. ഞാൻ ഈ വീട്ടിലല്ലേ, എനിക്കും ഉണ്ടമ്മേ അതുപോലെ പ്രയാസം. എന്താ അച്ഛ ഇവിടെ നടക്കുന്നേ? എനിക്ക് അവിടെ ഇരുന്നിട്ട് ഒരു സമാധാനമില്ല. അതാ ഓടി ഇങ്ങ് വന്നേ. നീ ഓടി നിന്ന് ഇങ്ങോട്ട് വരേണ്ട കാര്യമൊന്നുമില്ല. വെറുതെ ബഹളം വയ്ക്കല്ലേ നീ. ഗിരീഷ് വന്നിട്ടുണ്ടോ? ഇല്ല, ഗിരി ഒരു മീറ്റിംഗിലാ. മീറ്റിംഗ് കഴിഞ്ഞ് ഒരുമിച്ച് പോകാന്ന് ആള് നിർബന്ധം പോലെ പറഞ്ഞതാ. എനിക്ക് പക്ഷെ അത്രയും കാത്തിരിക്കാനുള്ള മനസ്സില്ല. എവിടെ നന്ദൻ? ഞാനൊന്ന് കണ്ടിട്ട് വരട്ടെ. അവൻ ഉറങ്ങുക. ഞാൻ കണ്ട ഉറക്കം പോവോ? മാറങ്ങോട്ട്. ഞാൻ അവനവിടെ പോയി എന്ത് ബഹളം വയ്ക്കുമെന്തോ. ഇപ്പോ ബുദ്ധിമുട്ടൊക്കെ മാറിയില്ലേ നന്ദു? ഞാൻ താഴേക്ക് ചെല്ലട്ടെ, കുറച്ച് കഞ്ഞി ഉണ്ടാക്കിക്കൊണ്ടുവരാം. മോനെ നന്ദ, എന്താണ് നിനക്ക് പറ്റിയേ? ചേച്ചിയോട് പറ, എന്താ കാര്യം? നീ ആശുപത്രി പോയെന്നൊക്കെ അറിഞ്ഞു. എന്താ പറ്റിയേ? ഗിരി കുറച്ചു കഴിഞ്ഞ് എത്തും. വിവരം അറിഞ്ഞ് ഗിരി നല്ല മനപ്രയാസത്തിലാ. നിനക്കിപ്പോ എന്താ വിഷമം? ചേച്ചി, ഇപ്പൊ വിഷമമൊക്കെ മാറി. പനി കൂടി അതിന്റെ ചില പ്രശ്നങ്ങളായിരുന്നു, എല്ലാം മാറി. ഞാൻ എന്റെ അനിയനോടല്ലേ സംസാരിക്കുന്നെ. നീ ഒന്ന് വെറുതെ നിൽക്ക്. എനിക്ക് കുഴപ്പമൊന്നുമില്ല ചേച്ചി. അതെനിക്കറിയില്ലേ. അതല്ലെങ്കിലും ഞങ്ങളൊക്കെ ഉള്ളപ്പോൾ എന്ത് കുഴപ്പം വരാനാ? നോക്ക്, കുറച്ചു ദിവസം വേണമെങ്കിൽ നീ ചേച്ചിയുടെ കൂടെ ഗിരിയുടെ വീട്ടിൽ വന്ന് നിൽക്ക്. നിന്റെ വീർപ്പുമുട്ടലൊക്കെ മാറും. അപ്പൊ തന്നെ നിനക്ക് പകുതി ആശ്വാസം കിട്ടും. എനിക്കറിയാം, നിനക്കിപ്പോ നല്ല മനപ്രയാസമുണ്ട്. അതിന്റെ പുകച്ചില നിന്റെ ഇപ്പോഴത്തെ അസുഖത്തിന് കാരണം. നിനക്കിപ്പോ ജീവിതം തന്നെ മടുത്തു പോയല്ലേ? ചേച്ചി പ്ലീസ്, അങ്ങനൊന്നും സംസാരിക്കണ്ട. എങ്ങനെയൊന്നും സംസാരിക്കണ്ടെന്ന്? ഇത് എന്റെ കൂടപ്പറപ്പാ. ഇവനൊരു ബുദ്ധിമുട്ട് വന്നാൽ ഞാൻ ഇടപെടും, ചോദിക്കും. അതിൽ നീ തലയിടേണ്ട കാര്യമില്ല. ഞാൻ ഇവനെ കണ്ട് 10-20 വർഷം കഴിഞ്ഞിട്ടാ നീ കാണുന്നേ. അതുകൊണ്ട് ഞങ്ങളുടെ ഇടയ്ക്കരെ അഭിപ്രായം പറയാൻ നീ വരണ്ട. പറയാൻ വല്ലതും ഉണ്ടെങ്കിലേ അതങ്ങ് അസംബ്ലിയില്. അവിടെ ഇരിക്കുന്നവര് നീ പറയുന്നത് കേൾക്കും. പക്ഷേ രജനി അതിന് കിട്ടില്ല. എനിക്ക് കുഴപ്പമില്ല ചേച്ചി. മോനെ, നീ നല്ല സന്തോഷമായിട്ടിരിക്കെ. നിന്നെ കണ്ടപ്പോ തന്നെ എനിക്ക് പകുതി ആശ്വാസം കിട്ടി. ചേച്ചി ചെല്ല, എനിക്കൊന്ന് തനിച്ചിരിക്കണം. ആ, ഞാനിവിടെ നിന്നാ ചിലർക്ക് ഇഷ്ടപ്പെടില്ല. ഞാൻ താഴെ ഉണ്ടാവും. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ മോൻ വിളിച്ചാ മതി. അല്ലെങ്കിൽ വേണ്ട, നീ മിസ് കോൾ ഇട്ടാ മതി. ചേച്ചി ഓടി വരാം. റെസ്റ്റ് എടുക്കേ. അമ്മേ,
അമ്മേ, ഞാൻ ചന്ദ്രോത്ത് പോയി നന്ദന്റെ കൂടെ കുറച്ചേരം ഇരിക്കാം, ഒന്ന് സംസാരിക്കാം. എന്നാ ഞാനും കൂടെ വരാം മോനെ. ഏയ് വേണ്ടമ്മേ, 2 വട്ടം ആലോചിച്ചിട്ടാണ് ഞാൻ തന്നെ പോകുന്നത്. അവൻ ചിലപ്പോ ഒറ്റയ്ക്ക് വിശ്രമിക്കാനായിരിക്കും ആഗ്രഹിക്കുന്നത്. അതിനിടയിൽ നമ്മൾ എല്ലാരും കൂടെ ചെന്ന് ശല്യമുണ്ട്. എന്നാ മോൻ പോയിട്ട് വാ. ഗൗരി, ഞാൻ പോയിട്ട് വരാം. മുരളേട്ടൻ ചെല്ല്. എന്തായാലും നന്ദൻ മുരളേട്ടനെ ഒന്ന് കാണാൻ ആഗ്രഹിക്കുന്നുണ്ടാവും. മറ്റാരോടും പറയാൻ പറ്റാത്ത കാര്യങ്ങൾ മുരളേട്ടനോട് ചിലപ്പോൾ പറയുമായിരിക്കും. ഇല്ല, അവൻ എന്നോടൊന്നും പറയാനുണ്ടാവില്ല. ഉണ്ടെങ്കിൽ എപ്പോഴേ പറഞ്ഞിട്ടുണ്ടാവും. ഇവിടെ വന്നപ്പോ തന്നെ എത്ര വട്ടം ഞാൻ ചോദിച്ചു, വല്ലതും പറഞ്ഞോ? ഒരു പ്രശ്നത്തിൽ അവൻ പെട്ടിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് പുറത്തു വരാൻ എന്ത് ചെയ്യണമെന്ന് അവൻ അഭിപ്രായമൊക്കെ ചോദിക്കുന്നത്. എന്നെപ്പോലും വിളിച്ചിട്ടില്ലെങ്കിൽ അതിനർത്ഥം നമ്മളൊക്കെ കരുതുന്നതിനും അപ്പുറം എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ടെന്ന്. നേരാ, നിന്നോട് പറയാത്ത ഒരു കാര്യവും നന്ദന്റെ ജീവിതത്തിൽ ഇല്ലായിരുന്നു. ഇപ്പൊ ആദ്യമായിട്ട് ഇങ്ങനെയൊന്നും പറയാതെ മൂടി വെക്കേണ്ട അവസ്ഥ ഉണ്ടായത്. ഞാൻ എന്തായാലും ഒന്ന് കണ്ടിട്ട് വരാം. ചന്ദ്രോത്ത് വീണ്ടും എന്തൊക്കെയോ കഷ്ടകാലം വരുന്നാന്ന് തോന്നണേ. ഇനി ആരെങ്കിലും എന്തെങ്കിലും ദോഷം ചെയ്തിട്ടുണ്ടോ? നന്ദന് ദോഷം ചെയ്തെന്നോ? എന്ത് ദോഷം? ആര് ചെയ്തു? അതൊന്നും പറഞ്ഞാൽ നിനക്ക് വിശ്വാസം വരില്ല. അന്ധവിശ്വാസം എന്ന് പറഞ്ഞ പുച്ഛിക്കും. അമ്മ കാര്യം പറ. ലോകത്തിലെ ഏതാണ്ട് എല്ലാവർക്കും ശത്രുക്കൾ കാണും. ചിലര് കരുതും എല്ലാവരോടും ചിരിച്ച് സംസാരിക്കുന്നു, അപ്പൊ ശത്രുക്കൾ കാണില്ല എന്ന്. പക്ഷെ അവർക്കാ കൂടുതൽ ശത്രുക്കൾ ഉണ്ടാവുക. നമ്മൾ നന്നാവുന്ന ശത്രുക്കൾക്ക് പിടിക്കില്ല. അവർ ദുഷ്കൃത്യങ്ങൾ ചെയ്യും. ഒന്ന് പോ അമ്മേ. നന്ദന് അസുഖമുണ്ടെന്നുള്ളത് ശരിയാ. അതമ്മ പറഞ്ഞ് വേറെ രീതിയിലൊന്നും ആക്കല്ലേ. എന്തായാലും മുരളേട്ടൻ നന്ദനെ കണ്ടിട്ട് വരട്ടെ, എന്നിട്ട് തീരുമാനിക്കാം എന്ത് ദോഷം ആര് ചെയ്തു എന്നൊക്കെ. അമ്മേ, നന്ദന്റെ പ്രകൃതി ഇപ്പൊ അടുത്ത് നിന്ന് കണ്ടപ്പോ എനിക്കൊരു കാര്യം മനസ്സിലായി. എന്തു മനസ്സിലായി? അവന്റെ മനസ്സിങ്ങനെ പിടിവിട്ടു പോവാൻ കാരണം അവളാ. ആര്? ദേവികയോ? ആ, നന്ദൻ പറഞ്ഞോ ദേവിക കാരണോ അവന് ഈ അസുഖം വന്നതെന്ന്? അസുഖക്കാര് അതൊക്കെ മയക്ക് കെട്ടി വിളിച്ചു പറയോ? നമ്മളങ്ങ് ഊഹിക്കണം. അവള് വലിയ MLA ആയതോടെ ഒരു ഭാര്യയെന്ന് കിട്ടുന്നതെന്ന് അവന് കിട്ടുന്നില്ലായിരിക്കും. അടുത്തു നിന്ന് കുറച്ചു നേരം വർത്താനം പറയാൻ പോലും അവൾക്ക് സമയമില്ലല്ലോ. നീ കണ്ടോ വർത്താനം പറയാൻ അവളെ കിട്ടുന്നില്ലെന്ന്? അവര് നല്ല സന്തോഷത്തിലാ കഴിയുന്നത്, എപ്പോഴും ഒരുമിച്ചാ. ശരീരങ്ങൾ ഒരുമിച്ചിരുന്നിട്ട് കാര്യമില്ലല്ലോ അമ്മേ. മനസ്സുകൾ അകന്നാ ഒക്കെ തീർന്നില്ലേ? രജനി, നിനക്ക് ദേവികയോട് ദേഷ്യമാണെന്ന് കരുതി ഓരോന്ന് സങ്കല്പിച്ചുണ്ടാക്കി അവളുടെ തലയിൽ വെച്ച് കെട്ടാതായി. അവള് കൂടെ ഉള്ളത് കാരണോ നന്ദൻ സന്തോഷമായി കഴിയുന്ന തന്നെ. ദേവിക അവന്റെ ഒരു ശക്തിയാ. എങ്ങനെ? ദേവിക നന്ദന്റെ ശക്തിയാണെന്നോ? ഒരു കാര്യം ഇപ്പൊ മനസ്സിലായി. അടുത്ത തെരഞ്ഞെടുപ്പിലും അവള് തന്നെ വീണ്ടും ജയിക്കും. ആ രീതിയിലാ അവള് സ്വാധീനിച്ചിരിക്കുന്നത്. അമ്മയ്ക്കറിയാം അവള് നന്ദനോട് സ്നേഹം കാണിക്കുന്നില്ലാന്ന്. എന്നാലും അമ്മ അവളെ പുകഴ്ത്തുക. ഓ, അവൾ അപാര ബുദ്ധിമതി തന്നെ. നിർത്ത് രജനി. ഓരോ വിഷമങ്ങളിൽ പെട്ട് നിൽക്കുമ്പോ മനസ്സൊന്ന് തണുപ്പിക്കാനാ നോക്കേണ്ടത്. ശരി, ഞാനൊന്നും പറയുന്നില്ല. എല്ലാവർക്കും അവളെ ഇപ്പൊ വലുത്. അല്ല, അത് മനുഷ്യ സഹജം. പണവും പദവിയും ഉള്ളവരെ ബന്ധുക്കളെന്ന് പറയാനും ചേർത്ത് നിർത്താനും വലിയ ഉത്സാഹമായിരിക്കും. അതെ, അങ്ങനെ തന്നെയാണെന്ന് വെച്ചോ. അമ്മ എഴുതി വെച്ചോ. നാളെ ഒരു സമയത്ത് അമ്മ ഇതേ നാവ് കൊണ്ട് തിരുത്തി പറയും. മോളെ, എനിക്ക് തെറ്റുപറ്റിപ്പോയി, നീ പറഞ്ഞതാ ശരിയെന്ന്. ശരി, സമ്മതിച്ചു. ദേ, മുരളി വന്നിട്ടുണ്ടല്ലോ. മുരളി നന്ദനോട് സംസാരിക്കുക. മുരളിയോട് അമ്മ സ്വകാര്യമായിട്ട് ചോദിച്ചു നോക്ക്, നന്ദന്റെ അസുഖത്തിന്റെ കാരണം എന്താന്ന്. ഞാൻ പറഞ്ഞു തന്നെ മുരളിയും പറയും. പ്ലീസ് മോളെ, എനിക്കൊന്നും കേക്കണ്ട. ദയവ് ചെയ്ത് നീ ഒന്ന് നിർത്ത്. ഞാനൊന്നും പറയുന്നില്ല. എത്ര പറഞ്ഞാലും അമ്മ ഉൾക്കൊള്ളത്തുമില്ല. ഉറങ്ങുന്നവരെ ഉണർത്താം, ഉറക്കം നടിക്കുന്നവരെ എന്ത് ചെയ്യാൻ പറ്റും? രജനി,
നോക്ക്, നമ്മൾ രണ്ടുപേരും തമ്മിൽ ഒരു കാര്യവും മറച്ചു വെച്ചിട്ടില്ല. ദേവികയെ വിവാഹം കഴിച്ച് നീ കൊണ്ടുവന്നാക്കിയത് എന്റെ വീട്ടില്. അത്രയ്ക്ക് വിശ്വസ്തരാ നമ്മള്. അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ പ്രശ്നം എന്താണെന്ന് നീ പറഞ്ഞേ പറ്റൂ. പറ നന്ദ. ഞാനിവിടെ നിൽക്കുന്ന ബുദ്ധിമുട്ടാണെങ്കിൽ മാറിത്തരാം. ദേവിക എന്തിനു മാറണം? എല്ലാ കാര്യങ്ങളും ആദ്യം അറിയേണ്ടത് ദേവിക നിൽക്ക. നന്ദു, മുരളേട്ടനോട് കാര്യം പറ നന്ദു. ഒന്നുമില്ല മുരളി. നീ ആരെയോ പേടിക്കുന്നത് പോലെ എനിക്ക് തോന്നുന്നത്. നിന്നെ ആരെങ്കിലും ആക്രമിച്ചോ? അതോ ഭീഷണി വല്ലതും ഉണ്ടോ? എന്താ, എനിക്കറിയാം നീ ആകെ ടെൻഷനില്ല. ഈ സമയത്ത് ഓരോന്നൊക്കെ ചോദിക്കുമ്പോൾ നിനക്ക് ദേഷ്യം തോന്നും. പക്ഷെ എനിക്ക് ചോദിക്കാതിരിക്കാൻ വയ്യ. കാരണം നിന്റെ മനസ്സ് വിഷമിക്കുന്നതോ നിനക്ക് അസുഖം വരുന്നതോ എനിക്കും സങ്കടം ഉണ്ടാക്കും. എങ്ങനെ പറയുന്നു സംശയിച്ചായിരിക്കും നീ ഇരിക്കുന്നത്. പക്ഷെ അത് പറഞ്ഞു കഴിഞ്ഞ് ഭാരം ഒഴിയുമ്പോഴുള്ള സമാധാനം അപ്പോഴേ അറിയാൻ പറ്റൂ. അതുകൊണ്ടാ പറയുന്നത്, പ്ലീസ് നീ ഒന്ന് തുറന്ന് പറ. ഒന്നുമില്ല. 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 ഒന്നുമില്ല മുരളി. പാർവതി, സോറി സോറി സോറി. എന്റെ തെറ്റാ. എന്റെ ചേച്ചിയെ ഞാൻ വിശ്വസിക്കരുതായിരുന്നു. ഇല്ല, ഇനി ഞാൻ കോളേജിലേക്കില്ല. പോരെ. മോളെ. എന്താ? എടി മോളെ, നീ ദേവികയുടെ അവസ്ഥയൊന്ന് മനസ്സിലാക്ക്. ആദ്യം നന്ദനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയതൊക്കെ അവള് നിന്നോട് പറഞ്ഞതല്ലേ? തിരികെ വന്നപ്പോ വീണ്ടും അസുഖം കൂടി. അസുഖത്തിനേക്കാൾ വലുതാണോ മോളെ ആഘോഷം? ഓ, അത് ശരി. ന്യായീകരണത്തിനുള്ള പോയിന്റ്സ് ഒക്കെ MLA പഠിപ്പിച്ചു വിട്ടേക്കുവാണല്ലേ? എനിക്കൊന്നും പറയാനില്ല. എന്നെ എന്റെ വഴിക്ക് വിട്ടേക്ക്. മോളെ, ദേവിക്ക് നീ എന്ന് വെച്ച ജീവനല്ലേ? ആ ജീവനെ ഇന്നങ്ങ് എടുത്തല്ലോ. തൃപ്തിയായല്ലോ എല്ലാവർക്കും. എടി, ഞാൻ പറയുന്നത് എന്നോടൊന്നും പറയണ്ട. എനിക്കൊന്നും കേൾക്കോ വേണ്ട. ശാരി, ഇതെന്താ ഇവളിപ്പോ? ഇനിയിപ്പോ എന്താ മാധവട്ട ചെയ്യുന്നേ? ഓ, ദേവിമോളോട് ഇങ്ങോട്ട് വരാൻ പറയാം. നന്ദുന് എന്നോട് എന്തെങ്കിലും വിരോധമുണ്ടോ? ഞാൻ MLA ആയതില് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? നന്ദു പറ. എന്നെ നന്ദുന്റെ അടുത്ത് കിട്ടുന്നില്ല, പൊതുപ്രവർത്തനമൊന്നും വേണ്ട എന്നൊക്കെയാ നന്ദുന് തോന്നുന്നെങ്കിൽ എന്ത് വേണമെന്ന് നമുക്ക് ചിന്തിക്കാം. ഞാൻ കാര്യമായിട്ടാ പറയുന്നേ. അങ്ങനൊന്നുമില്ല. പൊതുപ്രവർത്തനം നിർത്തണ്ട. എനിക്ക് നിന്നെ ഇഷ്ടമാണ്. ഇല്ല, നന്ദുന് എന്നോട് ഒരു സ്നേഹവും ഇല്ല. ഞാനിപ്പോ ഉറച്ചു വിശ്വസിക്കുന്നു. എന്നോടുള്ള ദേഷ്യ നന്ദു ഈ രീതിയിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ല ദേവി, അങ്ങനൊന്നും അല്ല. അങ്ങനെ അല്ലെങ്കിൽ പിന്നെ എന്താ നന്ദു ഈ കാണിക്കുന്നതിന്റെ അർത്ഥം? അതൊന്ന് പറ. നീ കരുതുന്ന പോലൊന്നുമല്ല. പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല. ഒരു ഡിപ്രഷൻ, അത്രേ ഉള്ളൂ. ഒരു കാരണമില്ലാതെ അങ്ങനെ ഡിപ്രഷൻ ഒന്നും വരില്ല. നന്ദുദേ, ഞാൻ കൂടെ ഉണ്ടാവും. എന്തായാലും ഒന്ന് പറ. ഇല്ല ദേവി, നീ വിഷമിക്കണ്ട. ഒന്നുമില്ല. നന്ദുനറിയാലോ, നമ്മള് കുറെ സ്വപ്നം കണ്ടു. കുഞ്ഞുങ്ങളുടെ പേര് വരെ കണ്ടുവച്ചു. എത്ര സന്തോഷത്തിലായിരുന്നു.
പെട്ടെന്നാ കാര്യങ്ങളൊക്കെ മാറി മറിഞ്ഞത്. എന്താ നന്ദു, എന്താ നന്ദുന്റെ മനസ്സില്? പറ, ഞാൻ പരിഹാരം കണ്ടുപിടിച്ചു തരാം. എനിക്ക് ഉറക്കം വരുന്നു. ശരി, നന്ദു ഉറങ്ങിക്കോ. പക്ഷെ ഉറങ്ങി എഴുന്നേക്കുമ്പോ പഴയ നന്ദു ആവണം. ചിരിച്ചല്ലോ, അത് മതി. വാ, സമാധാനായിട്ട് ഉറങ്ങിക്കോ. വാ. ശാരിക ദേഷ്യം കാണിച്ചതിലും ഭക്ഷണം കഴിക്കാത്തതിലൊന്നും ശാരികയെ കുറ്റം പറയാൻ പറ്റില്ല. ദേവികയുടെ കെയർ ഓഫില് അവളും ഒരു സെലിബ്രിറ്റി ആയിട്ട് സന്തോഷിച്ച് നിൽക്കുമായിരുന്നു. ദേവിക കാരണം ഒരു കോളേജിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഫംഗ്ഷൻ അല്ലേ ആകെ മങ്ങിയത്. ശാരികയ്ക്ക് കോളേജിൽ നല്ല ക്ഷീണമായിരിക്കും. ഒക്കെ കൂടി അവൾക്കങ്ങ് സമനില തെറ്റിക്കാണും. എത്ര നല്ല തെറ്റിയാലും ശരി, യഥാർത്ഥ അവസ്ഥയെ പറ്റി ചിന്തിക്കായിരുന്നു. അമ്മ എന്തായി പറയുന്നേ? എടി, നന്ദൻ എന്ന് വെച്ചാൽ ശാരികയുടെ ഏട്ടന്റെ സ്ഥാനല്ലേ. നന്ദമോനൊരു ബുദ്ധിമുട്ട് വന്നാ ശാരികയും ദേവികയ്ക്കൊപ്പം നിൽക്കണം. എന്നുവെച്ചാ ശാരിക വിഷമിക്കാൻ പാടില്ലെന്നോ? എന്നല്ല, ദേവിക കോളേജിലേക്ക് വരാൻ തുടങ്ങിയാലും വരണ്ടാന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കണം. എന്തായാലും മനഃപൂർവ്വം ശാരികയ്ക്ക് ഒരു ക്ഷീണം വരാൻ ദേവിക കൂട്ടി നിൽക്കില്ലല്ലോ. അമ്മേ, ഇതൊക്കെ പറയാൻ എളുപ്പമാ. ദേവിക കോളേജിൽ പോണമായിരുന്നല്ല ഞാൻ പറയുന്നത്. ശാരികയെ കുറ്റം പറയാൻ പറ്റില്ലെന്നാ. എന്തായാലും ശരി, ചന്ദ്രോത്ത് കാര്യങ്ങളൊക്കെ തകിടം മറിയാ. ഒന്നിനു പുറകെ ഒന്നായിട്ട് എന്തുമാത്രം സംഭവങ്ങൾ അവിടെ നടക്കുന്നത്. ഇപ്പതാ നന്ദമോൻ പരിസരബോധമില്ലാതെ ബഹളം വെക്കുന്നവരെ എത്തിയ കാര്യങ്ങള്. ഞാനിപ്പോഴും ഉറപ്പിച്ച് പറയാ, ആ വീട്ടിലെന്തോ ദോഷങ്ങളുണ്ട്. ഞാനിത് പ്രഭകുഞ്ഞിനെ കണ്ടു പറയും. അമ്മ വെറുതെ ഇരുന്നമ്മേ. ദോഷം ഞാൻ സത്യ പറയണത്. ചന്ദ്രോത്തൊരു ശുദ്ധികലശം വേണം. മോളെ, ആ അമ്മേ, ശാരി എവിടെ അമ്മേ? അകത്തുണ്ട്. നന്ദൻ എങ്ങനെയുണ്ട് മോളെ? ചെറിയൊരു വ്യത്യാസമുണ്ട്, പക്ഷേ പ്രകടമായ മാറ്റമൊന്നുമില്ല. ഈശ്വര, കാര്യങ്ങൾ നേരെയായെന്ന് സന്തോഷിക്കുമ്പോ മനസ്സ് തകർക്കാൻ ഒരു പ്രശ്നം പിറകെ വരും. ആന്റി വിഷമിക്കൊന്നും വേണ്ട. എന്തോ ചെറിയൊരു ടെൻഷൻ വന്നതാ. ചിലപ്പോ ദേവിക്ക് നേരെ ഉണ്ടായ ആക്രമണോ പിന്നെ പ്രഭ ആന്റി ആ ഋഷിയെ ആക്ഷേപിച്ചതൊക്കെ ആവും കാരണം. അതൊക്കെ അങ്ങ് ശരിയാവും. പനി കൂടിയിട്ട് എന്തോ ഹിസ്റ്റീരിയ പോലെ പറയുന്നതായിട്ടാ ആദ്യം തോന്നിയ. വ്യക്തമായിട്ട് കാരണം മനസ്സിലാവുന്നുമില്ല. ഡോക്ടർ എന്ത് പറഞ്ഞു മോളെ? പ്രത്യേകിച്ചൊന്നും കാണുന്നില്ല. BP കുറച്ച് കൂടിയിട്ടുണ്ടത്രേ. എന്തായാലും റെസ്റ്റ് എടുത്താൽ മാറിക്കോളൂന്നാ പറഞ്ഞേ. ആദ്യം ആശുപത്രി പോയി വന്ന ശേഷം പിന്നിപ്പോ ഡോക്ടറെ കാണാനും വരുന്നില്ല. എന്തായാലും നോക്കാം. ഞാൻ ശാരി ഒന്ന് കാണട്ടെ. മോളെ, എനിക്ക് തോന്നുന്നത് നീ ഇപ്പൊ ശാരിയെ കാണണ്ടെന്ന്. എന്താച്ചാ? അവളാകെ നിലതെറ്റിയ അവസ്ഥയിലാ. ഭക്ഷണം ഒന്നും കഴിച്ചിട്ടില്ല. അവളെ കുറ്റം പറയാൻ പറ്റില്ല. നീ കോളേജിൽ ഉദ്ഘാടനത്തിന് പോകുമെന്ന് പറഞ്ഞ് അവള് നല്ല സന്തോഷത്തിൽ നിൽക്കുകയായിരുന്നു. അതിന്റെ കഴിഞ്ഞ രാത്രിയിൽ അവൾ ഉറങ്ങിയിട്ട് പോലുമില്ല. പക്ഷെ പെട്ടെന്ന് നിനക്ക് പോകാൻ പറ്റാത്ത സാഹചര്യം വന്നപ്പോൾ അവൾ ആകെ തകർന്നു പോയി. അവളുടെ അവസ്ഥ എനിക്ക് ഊഹിക്കാൻ പറ്റും. ഞാനൊന്ന് കാണട്ടെ, ഞാൻ സംസാരിക്കാം. മോളെ, നിന്നെ കണ്ടാൽ അവൾ എങ്ങനെ പെരുമാറുമെന്ന് അറിയാൻ വയ്യ. എങ്ങനെ പെരുമാറിയാലും ഞാൻ സഹിക്കാം അമ്മേ. എന്റെ അനിയത്തിയല്ലേ, അവളെ എനിക്കറിയാം.
മുരളി കയറിയിരിക്കെ. ആ ആ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം മോനെ. നാരങ്ങ വെള്ളം എടുക്കാം. ആയിക്കോട്ടെ. വാ മോനെ. ശാരി, നീ എന്നെ നോക്കില്ലേ? എനിക്ക് കാണണ്ട. പക്ഷേ എനിക്ക് കാണണം. വേണ്ട.